ഈശംസിയായി സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ 6ാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ പല ഭാഗങ്ങളായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നമുക്ക് പ്രാർത്ഥന വഴി സ്നേഹത്തിലൂടെ ഒന്നുചേരാം. തീർച്ചയായും ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്, നമുക്കറിയാം. ഈ ശുശ്രൂഷയിലേക്ക് നമ്മളെ നയിക്കുകയും തിരുസഭയെക്കുറിച്ചും സഭാ പ്രബോധനത്തെക്കുറിച്ചും നമ്മളെ പ്രബോധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് സഭയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്, സഭയിലൂടെ ക്രിസ്തുവിലേക്ക്. തീർച്ചയായിട്ടും സഭയെക്കുറിച്ച് അറിയാൻ വേണ്ടിയും സഭാ പ്രബോധനങ്ങൾ പഠിക്കാൻ വേണ്ടിയുമൊക്കെയുള്ള നമ്മുടെ ഉള്ളിൽ ഇപ്പോഴുള്ള ആ ഒരു ദാഹം, ആ ഒരു ആഗ്രഹം പരിശുദ്ധാത്മാവിന് ശക്തമായ പ്രവർത്തനമാണ്. അതിലൂടെ ദൈവസ്നേഹത്തിലേക്ക് നമ്മളെ കൂടുതൽ ഉയർത്താൻ വേണ്ടി അവിടുന്ന് ആഗ്രഹിക്കുന്നു. വളരെ ആത്മാർത്ഥതയോടെ നമുക്ക് ശുശ്രൂഷയിൽ പങ്കുചേരാം. ഇത് ദൈവം ഒരുക്കുന്നതാണ്. ദൈവം നമ്മൾ കാട്ടുന്ന വലിയ സ്നേഹമാണ്. ആ ഒരു നന്ദിയോടെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്താം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന സ്വരമുയർത്തി ഹൃദയങ്ങൾ ശരിക്കും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, സ്നേഹപിതാവേ, അങ്ങ് എനിക്ക് വേണ്ടി നൽകിയ ഈശോ മിശിഹായെ, എന്റെ ഏക കർത്താവും ഏക ഗുരുവും ഏക രക്ഷകനും സർവസ്വവുമായി എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെയും അവന്റെ എല്ലാവിധ ആഡംബരങ്ങളെയും അവന്റെ തെറ്റായ എല്ലാ പ്രബോധനങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിലേക്ക് എഴുന്നള്ളി വരണമേ. ഈ ശുശ്രൂഷയിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങ് തന്നെ ശുശ്രൂഷയെ നയിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നല്ല ദൈവം നമ്മളെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി കൊണ്ടുവന്നിരിക്കുന്നു. തീർച്ചയായും ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. നമുക്ക് ഈ സഭാ പ്രബോധനങ്ങൾ പഠിക്കാൻ വേണ്ടി, അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം തീർച്ചയായും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. നമ്മൾ ഓരോ ദിവസവും ഹോംവർക്ക് അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 പ്രാവശ്യവും ആ കാര്യം ബോധപൂർവമല്ല, അതങ്ങനെ വിട്ടുപോയി. ഞങ്ങളുടെ ഒരു കുറവായിട്ട് തന്നെ കണ്ട് നിങ്ങളോട് പ്രത്യേകമായിട്ട് എൻ്റെ പേരിൽ ഒരു ക്ഷമാപണം നടത്തുകയാണ്. 1ാം ദിവസം നമ്മൾ 2ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഹോംവർക്കായിട്ട് പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവണം. കാറ്റഗിസം 25ാമത്തെ ഖണ്ഡികയാണ്. കത്തോലിക്ക പ്രബോധനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഏക ലക്ഷ്യം സ്നേഹമായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ തിരുസഭയെക്കുറിച്ചും സഭാപ്രബോധനത്തെക്കുറിച്ചും ഒക്കെ കാര്യമായിട്ട് പഠിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് തന്നെ ഇത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കങ്ങനെയുള്ള പലരും നമ്മളെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. അത് എപ്പോഴും നമുക്ക് ഓർമ്മ വേണം, ഇത് നമ്മൾ പഠിക്കുന്നത് ഒത്തിരിയേറെ നമ്മൾ ബൗദ്ധികമായിട്ട് വളരാൻ വേണ്ടിയല്ല, പിന്നെയോ നമ്മുടെ ഹൃദയം വളരാൻ വേണ്ടിയാണ്. നമ്മളുടെ പിതാവായ ദൈവത്തെ പോലെ നമ്മൾ സ്നേഹമായി തീരാൻ വേണ്ടിയാണ്. നമ്മുടെ അപ്പൻ സ്നേഹമായിരിക്കുന്നതുകൊണ്ട് മക്കളായി നമ്മൾ സ്നേഹമായി തീരണം. അതിലേക്ക് നമ്മളെ വളർത്താൻ വേണ്ടിയാണ് ഈ പ്രബോധനങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുമുള്ള നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം അനേക മനുഷ്യർ
ഈ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടുണ്ടായ ആ പ്രത്യേക സാഹചര്യത്തിൽ ഒത്തിരിയേറെ വിഷമിക്കുന്നുണ്ട്. സാമ്പത്തികമായ വിഷമിക്കുന്ന അനേകരുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ഇടവകളിലൊക്കെ ഉണ്ട്. നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ പോലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരുടെ നേർക്ക് ഹൃദയം കുറച്ചുകൂടി തുറക്കുന്ന അവസ്ഥയിലേക്കൊക്കെ നമ്മളുടെ ഈ പ്രബോധനം നമ്മളെ എത്തിക്കണം. നമ്മൾ അങ്ങോട്ട് തന്നെ അന്വേഷിക്കണം. അവരുടെയൊക്കെ സാമ്പത്തികമായ അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് തന്നെ നമ്മൾ വിളിച്ച് ചോദിക്കുകയും നമുക്ക് സാധ്യമായ പരമാവധി വരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യണം. ഈ പ്രബോധനങ്ങൾ വഴി നമ്മൾ എത്തിച്ചേരേണ്ട ലക്ഷ്യം അതാണ്. അതുപോലെ തന്നെ നമുക്ക് ആരോടെങ്കിലൊക്കെ വെറുപ്പോ വിദ്വേഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ശരിക്കും ഉപേക്ഷിച്ച് ഹൃദയം ശരിക്കും നമ്മൾ ആരോടും വെറുപ്പില്ലാത്ത, എല്ലാവരോടും സ്നേഹം മാത്രമുള്ള ഒരു ഹൃദയമായിട്ട് അത് പരിണമിക്കണം. ഈ ശുശ്രൂഷയിൽ കൂടിയൊക്കെ നമ്മൾ എത്തിപ്പെടേണ്ട ഒരു ലക്ഷ്യം അതാണ്. പിന്നെ ഒത്തിരിയേറെ ഇപ്പോഴത്തെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഉത്കണ്ഠ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, നിരാശയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ച് ഈശോയെക്കുറിച്ചൊക്കെ അവരോട് പറഞ്ഞ് അവരെ പ്രത്യാശയുള്ളവരാക്കി ഉത്കണ്ഠയിൽ നിന്നെല്ലാം മാറ്റാൻ അവരെ സഹായിക്കണം. അതെല്ലാം വലിയ സ്നേഹത്തിന്റെ പ്രവൃത്തികളാണല്ലോ. പറഞ്ഞു വരുന്നത് നമ്മളുടെ ഈ പഠനങ്ങൾ ഒരു ബൗദ്ധികമായ വളർച്ച എന്നതിനേക്കാൾ ഉപരി ഹൃദയത്തിന്റെ വളർച്ചയായി കൂടി ഇത് പരിണമിക്കണം എന്ന് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഓർത്തിരിക്കാൻ നല്ലതായിരിക്കുമല്ലോ. ആയിക്കോട്ടെ, നമുക്ക് ഇന്നേ ദിവസത്തെ ശുശ്രൂഷയിലേക്ക്, എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് എന്താണ് ആദ്യമായിട്ട് പറയാനുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത് ദൈവിക വെളിപാടിന്റെ കൈമാറ്റത്തെ കുറിച്ചായിരുന്നു. അത് ഏതൊക്കെ തരത്തിലാണ് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് നമുക്ക് സഭയിൽ കിട്ടുന്നത്, പിന്നെ നമ്മുടെ പ്രബോധന അധികാരം, ഇങ്ങനെ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്തത്. അതുപോലെ വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. വിശുദ്ധ പാരമ്പര്യം, സഭയുടെ പ്രബോധന അധികാരം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. അതുപോലെ നമ്മൾ ഈ ക്ലാസ്സിൽ ചിന്തിക്കാൻ പോകുന്നത് വിശുദ്ധ ഗ്രന്ഥം കുറച്ചുകൂടി ആഴമായിട്ട്, വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ചുള്ള ഒരു അറിവ്, അത് കുറച്ച് ആഴമായി സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ക്ലാസ്സിൽ. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച് കൂടുതൽ ആഴമായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം അറിയാം. അത് കാറ്റഗിസം 101 കണ്ണിക മുതൽ 141 കണ്ണിക വരെയാണ് ഇന്നത്തെ ചർച്ച. ഇത് വളരെ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് ഇത് പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിളിനെ കുറിച്ച് ഇത്ര ആധികാരികമായ പഠനം നമുക്ക് ലഭിക്കാൻ വേറെ ഇല്ല എന്നാണ് പറയാം. അത്രമാത്രം ആധികാരികമായ ഒരു പഠനമാണ് വിശുദ്ധ ബൈബിളിനെ കുറിച്ച്. ഒരു 40 കണ്ണിക ഉണ്ടെങ്കിൽ തന്നെയും ആ 40 കണ്ണികയിൽ ഒത്തിരിയേറെ കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധ ബൈബിളുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ബൈബിളിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഒത്തിരിയേറെ ബൈബിളിനോട് നമുക്ക് സ്നേഹവും എല്ലാം ജനിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. വളരെ കാര്യമായിട്ട് തന്നെ നിങ്ങൾ ഈ ഭാഗത്തെ സ്വീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. നമുക്ക് 101 കണ്ണിക തന്നെ വായിക്കാം. 101 ഖണ്ഡികയിലെ 2ാമത്തെ സെന്റൻസ് ആണ് വായിക്കുന്നത്. മനുഷ്യന്റെ ഭാഷകളിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വചസ്സുകൾ വാസ്തവത്തിൽ എല്ലാ രീതികളിലും മാനുഷിക ഭാഷണത്തോട് സാധർമ്യമുള്ളവയാണ്. നിത്യപിതാവിന്റെ വചനം മാനുഷിക ബലഹീനതയുടെ മാംസം ധരിച്ചപ്പോൾ മനുഷ്യരോട് സാദൃശ്യമുള്ളവനായി തീർന്നതുപോലെയാണിത്. അത് ആശയം വളരെ വ്യക്തമാണല്ലോ അല്ലേ? അതായത് ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ പുസ്തകം പോലെ ഇരിക്കുന്നല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്നു. പക്ഷെ ഇത് ദൈവത്തിന്റെ വചനമാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറയുകയാണ്. ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യനെ പോലെ ഇരുന്നു. ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവമെന്ന് ആരെങ്കിലും പറയുമോ? പക്ഷെ അത് ദൈവമായിരുന്നു എന്ന് പറഞ്ഞത് തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ സാധാരണ പുസ്തകം പോലെ തോന്നുന്നു, സാധാരണ വാക്കുകൾ പോലെ തോന്നുന്നു, മാനുഷികമായ ഭാഷയായിട്ട് നമുക്ക് തോന്നുന്നു. പക്ഷെ അത് ദൈവത്തിന്റെ വചനമാണ്. നമ്മൾ മനുഷ്യനായിരിക്കുന്നത് കൊണ്ട് മാനുഷികമായ നമുക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ദൈവത്തിന്റെ ആ വചനം നമുക്കിങ്ങനെ ഈ രീതിയിൽ നൽകിയിരിക്കുകയാണ്. വചനം മാംസമായി, ആ മാംസമായ വചനം അതിന്റെ അക്ഷരമായി മാറി എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ നമുക്ക് സാധാരണമായ ഒരു പുസ്തകം പോലെ തോന്നുന്നുണ്ടെങ്കിൽ ആ സാധാരണ പുസ്തകത്തിനകത്ത് അസാധാരണമായ രീതിയിൽ ഒരു ദൈവികത, ദൈവത്വം ഇതിനകത്ത് അടങ്ങിയിരിപ്പുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഒരു സാധാരണ പുസ്തകം പോലെ നമ്മൾ കാണരുത്. ഇത് ദൈവം ക്രിസ്തു തന്നെയാണെന്നുള്ള സൂചനയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അത് തൊട്ട് പുറകെ നമുക്ക് വായിക്കാൻ സാധിക്കും. 102 കണ്ണിക. 102 കണ്ണികയിലെ 2ാമത്തെ പാരഗ്രാഫ്, അതായത് ചെറിയ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നത്, അതാ വായിക്കുന്നത്. ഒരേ ഒരു വചനം തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിതമായിരിക്കുന്നതെന്ന കാര്യം അങ്ങ് ഓർക്കണം. വിശുദ്ധാത്മാക്കളുടെ എല്ലാം അധരങ്ങളിൽ നിന്ന് നിർഗമിക്കുന്നത്
ഈ ഒരേ ഒരു വചനം തന്നെയാണ്. ആരംഭം മുതലേ ദൈവത്തോടു കൂടി ദൈവം ആയിരുന്നവന് വേറിട്ട ശബ്ദങ്ങളുടെ ആവശ്യമില്ല, കാരണം അവൻ കാലത്തിന് അധീതനാണ്. ഇതും വളരെ അതിവിശദീകരണം ആവശ്യമില്ലാത്തൊരു ഭാഗമാണെന്ന് തോന്നുന്നു. അതായത് വിശുദ്ധ ബൈബിളിലെ ആ വചനങ്ങൾ ഓരോന്നും കുറച്ച് വാക്കുകളായിട്ട് നമ്മൾ എടുക്കരുത്. ആ വചനങ്ങൾ ഒരു വ്യക്തി തന്നെയാണ്, ക്രിസ്തു തന്നെയാണ് വ്യക്തി. അവിടെ ഉദ്ദേശിക്കുന്നത്, ആ വചനം ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ആ വചനം ഈശോ വ്യക്തി തന്നെയാണ്. കുറച്ച് അക്ഷരക്കൂട്ടമായിട്ടോ കുറച്ച് ആശയങ്ങൾ കൂട്ടമായിട്ടോ നമ്മൾ എടുക്കരുത്. ഈശോ എന്ന വ്യക്തി തന്നെയാണ് വിശുദ്ധ ബൈബിൾ. അത് സൂചനയാണ്. അപ്പൊ ഇതിന്റെ നേരെ തുടർച്ച 134 കണ്ണി എന്ന് വായിക്കാമോ? 134. ഇതേ ആശയം, അതായത് അവസാനം സംഗ്രഹത്തിന്റെ ആ ഭാഗത്ത് ഈ 102 അതേ ആശയം അല്പം കൂടി ലാബറേറ്റ് ചെയ്തോടെ പഠിപ്പിക്കുന്നു. 134 കണ്ണികയിൽ വിശുദ്ധ ലിഖിതങ്ങളെല്ലാം വാസ്തവത്തിൽ ഏക ഗ്രന്ഥമാണ്. ക്രിസ്തുവാണ് ആ ഏക ഗ്രന്ഥം. കാരണം വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം ക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. എല്ലാ വിശുദ്ധ ലിഖിതങ്ങളും ക്രിസ്തുവിലാണ് പരിപൂർത്തിയിലെത്തുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു പ്രബോധനമാണ് സഭ ഇവിടെ നൽകുന്നത്. ലോകത്ത് അനേകം ഗ്രന്ഥങ്ങളുണ്ട്, അനേകം മതഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ ഒരു മതഗ്രന്ഥത്തെ ദൈവം തന്നെ എന്ന് വിളിക്കുന്ന ഒരു പുസ്തകമാണിത്. ക്രിസ്തു തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം എന്നാണ് പറയുന്നത്. ആ വിശുദ്ധ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു തന്നെ എന്ന് പറയുകയാണ്. അപ്പം ബൈബിളിന്റെ ഒരു വലിയ വൈശിഷ്ട്യം, അതിശ്രേഷ്ഠത പറയുകയാണ്, ബൈബിൾ എന്നാൽ ക്രിസ്തു തന്നെയാണ്. വളരെ മറ്റെല്ലാ മതഗ്രന്ഥങ്ങളിൽ നിന്നും ബൈബിളിനെ അതിശ്രേഷ്ഠമാക്കുന്ന സഭയുടെ ഒരു പ്രബോധനമാണ്, സഭ നൽകുന്ന ഒരു വെളിപാടാണത്. വിശുദ്ധ ഗ്രന്ഥം എന്നാൽ ക്രിസ്തു തന്നെയാണ്. നമുക്ക് ബൈബിളിനോട് വളരെയേറെ സ്നേഹവും ബഹുമാനവും വണക്കവും അത് ഉപയോഗിക്കാനുള്ള താല്പര്യമൊക്കെ തോന്നിക്കുന്ന ഒരു പ്രബോധനമാണിത്. തൊട്ടടുത്ത ആ പ്രബോധനത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നു. 103 ഖണ്ഡിക. ഇക്കാരണത്താൽ സഭ വിശുദ്ധ ഗ്രന്ഥത്തെ കർത്താവിന്റെ ശരീരത്തെ എന്ന പോലെ എക്കാലവും ആദരിച്ചിരുന്നു. കണ്ടോ? അതായത് പിന്നെ വിശുദ്ധ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു തന്നെ ആണ് എന്ന് പറയാവുന്നത് കൊണ്ട് തിരുസഭ എല്ലാ കാലഘട്ടങ്ങളിലും വിശുദ്ധ കുർബാന എന്നതുപോലെ തന്നെ വിശുദ്ധ ബൈബിളിനെയും കണ്ടിരുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രബോധനമാണ്. ചിലപ്പോഴൊക്കെ ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട് പിന്നെ ഇതേക്കുറിച്ചുള്ള പ്രബോധനം ഉണ്ടാകാറുണ്ട്. എൻ്റെ അറിവിൽ ചിലരൊക്കെ തെറ്റി ജീവിക്കുന്നവരുമുണ്ട്. അതായത് നമ്മൾ വിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരിടത്ത് വിശുദ്ധ കുർബാന ഇരിക്കുന്നു, അതിനോട് ചേർന്ന് വിശുദ്ധ ബൈബിൾ ഇരിക്കുന്നു. നിങ്ങൾ എതിനെ ആരാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പ്രബോധനം വായിക്കുന്ന ഉടനെ നമുക്കിവിടെ തോന്നാം രണ്ടിനെ ആരാധിക്കാമെന്നാണ് സമർപ്പിക്കുന്നതെന്ന് തോന്നാം. എന്നാൽ ഈ ഭൂമിയിൽ തിരുസഭ ആരാധനയോഗ്യമായി നമുക്ക് നൽകുന്നത് വിശുദ്ധ കുർബാന മാത്രമാണ്. കാരണം വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സത്താപരമായ യഥാർത്ഥ സാന്നിധ്യമാണുള്ളത്. വിശുദ്ധ ബൈബിൾ ഈശോ തന്നെയാണെങ്കിലും വിശുദ്ധ ബൈബിളിൽ ഈശോയുടെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലുള്ളതുപോലെ സാന്നിധ്യമല്ല. പലപ്പോഴും ഈ പ്രബോധനം തെറ്റിദ്ധരിച്ച് ഇത് പഠിച്ചതിന് ശേഷം ചില സ്ഥലങ്ങളിലൊക്കെ ചിലർക്ക് ബൈബിള് പൂജ്യമായിട്ട് സൂക്ഷിച്ച് അതിനെ ആരാധിക്കുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അത് ലംഘിച്ചു പോകുന്നതാണ്. പിന്നെ ഈ പ്രബോധനത്തെ തെറ്റായ രീതിയിൽ മനസ്സിലാക്കി അങ്ങ് മുന്നോട്ട് പോകുന്നതാണത്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വിശുദ്ധ ബൈബിളിനെ നമ്മൾ ക്രിസ്തു തന്നെ എന്ന രീതിയിൽ വളരെ ഗൗരവമായിട്ട് അതീവ ഗൗരവമായിട്ട് ഞാൻ സ്വീകരിക്കണം. അപ്പം പിന്നെ കർത്താവിന്റെ വചനം എന്നുള്ള ആ ഒരു അപ്പോസ്തോലിക ഗ്രന്ഥത്തില് ബെന്ഡിക്കോപ്പ പറയുന്നുണ്ട്, അൾത്താരയിൽ താഴേക്ക് വീഴുന്ന പരിശുദ്ധ കുർബാനയുടെ ഒരു തരി നമ്മൾ വളരെ പൂജ്യമായിട്ട് കരുതുന്നു. ആ ഒരു തരി പോലെ തന്നെയാണ് നമ്മൾ ഒരു വചനത്തെയും നമ്മൾ അത്ര ഗൗരവമായിട്ട് തന്നെ കാണണം. ഇപ്പം അൾത്താരയിൽ വീഴുന്ന നമുക്കറിയാം ഒരു തരി പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ ഓരോ വചനത്തെയും നമ്മൾ ഈശോ തന്നെയായിട്ട് കാണണം, അതീവ ഗൗരവമായിട്ട് കാണണം എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ പരിശുദ്ധ കുർബാനയിലുള്ള ആരാധനയിൽ നിന്ന് വിശുദ്ധ ബൈബിളിലെ ഉണക്കത്തെ വേർതിരിച്ച് കാണാൻ വേണ്ടി കൂടി നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് 104 ഖണ്ഡിക. 104 അവസാനത്തെ സെന്റൻസ് ആണ് വായിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തന്റെ മക്കളെ സന്ദർശിക്കാനും അവരോട് സംസാരിക്കാനും വരുന്നു. ഇത് വളരെ എത്രയോ സന്തോഷകരമായ ഒരു കാര്യമാണിത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, അത് പ്രാർത്ഥനയാണ്. തിരിച്ച് ദൈവം നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആരാളുള്ളത്? നമ്മൾ ദൈവത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനൊക്കെ മറുപടിയായിട്ട്
ദൈവം നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കണമെന്ന് ആരാഗ്രഹിക്കാനുള്ളത്? അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം സംസാരിക്കുന്നത് കേൾക്കാനുള്ള വഴിയാണ് വിശുദ്ധ ബൈബിൾ. ഇത് ഒരു രൂപകമായിട്ട് പറയുന്നതല്ല, ഒരു പ്രതീകമായിട്ട് പറയുന്നതല്ല. ദൈവത്തിന്റെ സംസാരം കേൾക്കാൻ വേണ്ടി, ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി, എൻ്റെ അപ്പന്റെ സ്വരം കേൾക്കാൻ വേണ്ടി ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ബൈബിൾ തുറക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ദൈവം തന്നോട് സംസാരിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഈ കാലഘട്ടങ്ങൾക്ക് അനേകർ അനുഭവിച്ചറിയുന്നുണ്ട്. വിശുദ്ധ ബൈബിളിന്റെ ആ പ്രാധാന്യം മനസ്സിലാക്കാതെ വേണ്ടത്ര വിശ്വാസമില്ലാതെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്കൊരു അക്ഷരക്കൂട്ടമായിട്ട് തോന്നും. എന്നാൽ വിശ്വാസത്തോടെ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. ആ ജീവിതത്തെ ക്രമീകരിക്കാൻ സഹായിക്കുന്നു, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. വലിയ ആത്മവിശ്വാസം കൊണ്ട് നമ്മളെ നിറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. വിശുദ്ധ ഗ്രന്ഥം തുറക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നു. അത് വായിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ സ്വരം കേൾക്കുന്നു. അടുത്ത് നമുക്ക് 105 ഖണ്ഡിക. 105 ഖണ്ഡിക ഹെഡിങ് ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കർത്താവ്. സബ് ഹെഡിങ്ങാ പറഞ്ഞത്. അതെ, ആ ഹെഡിങ് തന്നെ വളരെ ഹെഡിങ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ നിവേശനവും സത്യവും എന്നാണ് നമ്മൾ വായിക്കാൻ പോകുന്ന ആ ഖണ്ഡികയുടെ സബ് ഹെഡിങ്. അതായത് പറഞ്ഞിരിക്കുകയാണ് ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥ കർത്താവ്. അതായത് വിശുദ്ധ ബൈബിളിന്റെ മറ്റൊരു വലിയ ശ്രേഷ്ഠത ദൈവം തന്നെ എഴുതിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ദൈവം തന്നെ എഴുതിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇപ്പൊ ലോകത്ത് ഏത് ഏത് ഗ്രന്ഥത്തിനാണ് ഈ ഒരു ആധികാരികത അവകാശപ്പെടാൻ വേണ്ടിയുള്ളത്? നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മുടെ വീട്ടിലുള്ള, നമ്മൾ നിരന്തരം തന്നെ ഇപ്പോൾ ഉപയോഗിക്കാറുള്ള, പ്രത്യേകിച്ച് നവീകരണ ഈ കാലഘട്ടങ്ങളിൽ അനേകരെ ബൈബിൾ വായിക്കുന്ന ശ്രദ്ധാലുക്കളാണ്. വലിയൊരു നന്മയാണ് അത്. നമുക്ക് കുറച്ചുകൂടി നമുക്ക് സന്തോഷവും അഭിമാനവും ആത്മാർത്ഥം തോന്നിപ്പിക്കുന്ന ഒരു പ്രബോധനമാണിത്. ദൈവം എഴുതിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥം. ഇതേക്കുറിച്ച് അതിന്റെ രണ്ടാം ഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം. പരിശുദ്ധ സഭാ മാതാവ് അപ്പോസ്തോലിക വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും പുസ്തകങ്ങൾ മുഴുവനും അവയുടെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടെ വിശുദ്ധവും കാനോനികവുമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇതിന് ഉപോദ്ബലകമായി നിലകൊള്ളുന്നത് പരിശുദ്ധാത്മ നിവേശനത്താൽ എഴുതപ്പെട്ട അവയുടെ കർത്താവ് ദൈവം തന്നെ ആണെന്നും അവ അപ്പാടെ സഭയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നുമുള്ള വസ്തുതയാണ്. അതന്നെ, പരിശുദ്ധാത്മാവിൽ എഴുതി, അല്ലെങ്കിൽ ദൈവം തന്നെ എഴുതിയ പുസ്തകം. ഇതേക്കുറിച്ച് വിശുദ്ധ മഹാനായ ഗ്രിഗറി പറയുന്നത് ബൈബിളിന്റെ ഗ്രന്ഥകാരൻ ദൈവവും മനുഷ്യൻ എഴുത്തുകാരുമാണ്. അപ്പൊ അതിന്റെ സർവ്വകാര്യങ്ങളിലെ നിയന്ത്രണം ദൈവത്തിന്റെ കരങ്ങളിലാണ്. അതേസമയം മനുഷ്യന്റെ സ്വതന്ത്ര മനസ്സുകൊണ്ട് മനുഷ്യൻ അതിൽ കാര്യമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. കൃത്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേന കൊണ്ട് ഒരു മനുഷ്യൻ പേന കൊണ്ട് എഴുതുന്നു. വാസ്തവത്തിൽ പേനയാണ് എഴുതിയെന്നും പറയാം, ആ വ്യക്തിയാണ് എഴുതിയതെന്നും പറയാം. അപ്പൊ ഇതാ സൂചിപ്പിക്കുന്നത് ആ എഴുതിയ വ്യക്തി ദൈവവും ആ പേന പോലെയാണ് മനുഷ്യൻ. പൂർണ്ണമല്ല എങ്കിൽ കൂടി ഒരു ഉദാഹരണം പറയുകയാണ് ചെയ്തത്. ബൈബിളിന്റെ ഗ്രന്ഥകാരൻ ദൈവവും മനുഷ്യർ എഴുത്തുകാരുമാണ്. ദൈവം എഴുതിയ, ദൈവം മനുഷ്യനെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച് പരിശുദ്ധാത്മാവ് അഭിഷേകം നൽകി പരിശുദ്ധാത്മാവിലൂടെ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. 106 ഖണ്ഡിക. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളുടെ മാനുഷിക രചയിതാക്കളെ ദൈവം പ്രചോദിപ്പിച്ചു. വിശുദ്ധ ഗ്രന്ഥ രചനയ്ക്കായി ദൈവം ചില മനുഷ്യരെ തിരഞ്ഞെടുത്തു. അവരുടെ കഴിവുകളോടും ശക്തികളോടും കൂടെ അവരെ ദൈവം ഉപകരണങ്ങളായി വിനിയോഗിച്ചു. ഗ്രന്ഥരചനാ പ്രക്രിയയിൽ ദൈവം അവരിൽ കൂടിയും പ്രവർത്തിച്ചെങ്കിലും യഥാർത്ഥ ഗ്രന്ഥകാരന്മാർ എന്ന നിലയ്ക്കാണ് അവർ ദൈവം തങ്ങളോട് ആവശ്യപ്പെട്ടതെല്ലാം അവ മാത്രം രേഖപ്പെടുത്തിയത്. ഇതും വളരെ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞതോട് ചേർത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ആത്മരക്ഷയെ കുറിച്ച് പറയുമ്പോൾ ആത്മരക്ഷ കൃപാവനത്തിന്റെ പ്രവൃത്തിയാണെന്ന് പറയാറുണ്ട്. ദൈവത്തിന്റെ കൃപയാണ് നമ്മളെ രക്ഷിക്കുന്നത്, ഈശ്വരനെ രക്ഷിക്കുന്നത് പറയാറുണ്ട്. അതേസമയം തന്നെ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ പ്രവൃത്തി കൂടി അവിടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവമാണ് വിശുദ്ധ ബൈബിളിന്റെ യഥാർത്ഥ ഗ്രന്ഥകാരനെങ്കിലും ഓരോ ഇത് എഴുതിയ വ്യക്തികളുടെ സ്വതന്ത്ര മനസ്സിന്റെ ഒരു പ്രവൃത്തി കൂടി അവിടെ ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ ആ കൃപയും ദൈവത്തിന്റെ ആ പ്രവർത്തനവും അതോടൊപ്പം മനുഷ്യന്റെ സഹകരണം കൂടി ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രവർത്തിച്ച മനുഷ്യന്
വെറുതെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഉദാഹരണം അല്പം കുറവുണ്ടെന്ന് പറയാനുള്ള കാരണം ഒരു പേന പോലെ, പേനയ്ക്ക് നമുക്കറിയാം സ്വന്തം മനസ്സൊന്നുമില്ല ഇല്ല, എന്നാൽ മനുഷ്യന്റെ സ്വന്തം മനസ്സുണ്ട്. എന്നാൽ സ്വന്തം മനസ്സ് പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ച് ആ സ്വന്തം മനസ്സിന്റെ പ്രവർത്തനത്തിലൂടി ഒരുമിച്ച് കൂടി ചേർത്തുകൊണ്ടാണ് വിശുദ്ധ ബൈബിള് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രക്ഷയെക്കുറിച്ച് പറയുന്നത് തന്നെ ദൈവത്തിന്റെ കൃപയോടൊപ്പം തന്നെ മനുഷ്യന്റെ സഹകരണം കൂടി ഈ വിശുദ്ധ ബൈബിളിന്റെ രചനയ്ക്ക് പുറകിൽ ഉണ്ട്. അതുകൊണ്ടൊക്കെ ഒരുപക്ഷെ അത് പിന്നീട് നമ്മൾ പറയുമായിരിക്കും, പഴയ നിയമത്തിലെ ചില കാര്യങ്ങളൊക്കെ, അന്നത്തെ ചില ചരിത്രപരമായ കാര്യങ്ങളൊക്കെ ഈ ഗ്രന്ഥകാരന്മാർ എഴുതിയ കുറവുകളുണ്ട്. അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പഴയ നിയമത്തിലെ ചില കാര്യങ്ങളിലൊക്കെ ചരിത്രപരമായിട്ട് ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയപരമായ ചില കാര്യങ്ങളിലൊക്കെ ചില കുറവുകൾ ബൈബിളിൽ വന്നിട്ടുണ്ട്. കാരണം ബൈബിൾ ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി എഴുതിയൊരു പുസ്തകമല്ല. അപ്പൊ അന്നുള്ള ശാസ്ത്രീയമായ അറിവ് വെച്ചുകൊണ്ട് ഗ്രന്ഥകാരന്മാർ അന്ന് എഴുതി. ദൈവം നൽകിയ സന്ദേശം അന്നുള്ള ശാസ്ത്രീയമായ അറിവുകൾ വെച്ചുകൊണ്ട് അന്നുള്ള ഗ്രന്ഥകാരന്മാർ എഴുതി. ആ ശാസ്ത്രീയമായ അറിവുകൾ ഇന്ന് പുരോഗമിച്ചു. അപ്പോൾ അത് ദൈവം നൽകിയ സന്ദേശം അങ്ങനെ നിലനിൽക്കുന്നു. പക്ഷേ മനുഷ്യന്റെ സ്വന്തം മനസ്സിന്റെ പ്രവർത്തനം കൊണ്ട് അവൻ ശാസ്ത്രീയമായ രീതിയിൽ അന്നുള്ള അപൂർണതകൾ, അന്ന് പൂർണ്ണതയായിരുന്നു, ഇന്നിപ്പോൾ അപൂർണതയാണ്. അപ്പൊ അതുകൊണ്ടാണ് ബൈബിളിൽ ചിലപ്പോഴൊക്കെ ശാസ്ത്രീയമായ ചില കുറവുകൾ ഉണ്ടെന്ന് പറയാനുള്ള കാരണം. ആശയം മനസ്സിലാവുന്നത് അല്ലേ? അതായത് മനുഷ്യന്റെ അതായത് ദൈവം തന്നെ ഒരു പേന പോലെ തന്നെ മനുഷ്യന്റെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ബൈബിളിൽ ഇങ്ങനെ പ്രശ്നം വരത്തില്ല. കാരണം എഴുതുന്ന ദൈവം തന്നെയാണല്ലോ. മനുഷ്യന്റെ സ്വന്തം മനസ്സ് ഇതിനകത്ത് പങ്കെടുക്കുന്നുള്ളത് കൊണ്ടാണ് ആ കാലഘട്ടത്തിന്റെ സംസ്കാരത്തിലെ കാര്യങ്ങൾ ശാസ്ത്രീയമായ അന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എഴുതി കഴിയുമ്പോൾ ആ ശാസ്ത്രീയമായ കാര്യങ്ങൾ വളർച്ച ഉണ്ടാക്കി കഴിയുമ്പോൾ മുമ്പ് എഴുതിയ കാര്യങ്ങൾ തെറ്റുണ്ടെന്ന് വേണം തോന്നാം. അത് മനുഷ്യന്റെ സ്വന്തം മനസ്സിനെ ദൈവം മാനിച്ചുകൊണ്ട് ഇത് എഴുതുന്നത് കൊണ്ടാണ്. വാസ്തവത്തിൽ ഒരേ സമയത്ത് ദൈവത്തിന്റെ അതിശക്തമായ ഇടപെടലും അതേ സമയത്ത് മനുഷ്യന്റെ സ്വന്തം മനസ്സിന്റെ ഒരു പ്രവർത്തനം കൂടി വിശുദ്ധ ബൈബിളിന്റെ രചനയ്ക്ക് പുറകിൽ ഉണ്ട്. അപൂർണ്ണനും ബലഹീന മനുഷ്യനെ ഉപകരണമാക്കിക്കൊണ്ട് ദൈവം തന്നെ പൂർണ്ണമായ ആ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. 107-ാമത്തെ ഖണ്ഡിക. ദൈവനിവേശിത ഗ്രന്ഥങ്ങൾ സത്യം പഠിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രചയിതാക്കൾ അഥവാ വിശുദ്ധ എഴുത്തുകാർ ദൈവപ്രചോദിതരായി പ്രസ്താവിച്ചിരിക്കുന്നവയെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രസ്താവങ്ങളായി നാം സ്വീകരിക്കണം. അതിനാൽ നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി തിരുലിഖിതങ്ങളിൽ എഴുതപ്പെടണമെന്ന് അഭിലഷിച്ച ആ സത്യം ഉറപ്പായും വിശ്വസ്തമായും അബദ്ധരഹിതമായും വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു എന്ന് നാം അംഗീകരിക്കണം. അതായത് വിശുദ്ധ ബൈബിളിലെ കാര്യങ്ങള് നമ്മള് ഒരു തെറ്റുമില്ലാത്ത കാര്യങ്ങളാണ്. അതായത് ദൈവത്തെക്കുറിച്ച് എന്ത് പറയാൻ വേണ്ടി, ദൈവത്തെക്കുറിച്ച്, ദൈവിക പദ്ധതിയെക്കുറിച്ച് എന്ത് പറയാൻ വേണ്ടി ബൈബിൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിൽ ബൈബിൾ അന്യൂനമാണ്, ഒരു തെറ്റുമില്ല. എന്തെങ്കിലും കുറവുകൾ ബൈബിളിലുള്ളത് ശാസ്ത്രീയമായ രീതിയിലുള്ള ഈ എഴുത്തുകാരുടെ നമ്മൾ പറഞ്ഞല്ലോ ആ ഭക്തതയായിട്ട് ബന്ധപ്പെട്ടാണത്. അന്നുള്ള അവരുടെ അറിവിന്റെ പരിമിതി വെച്ചുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഈ ഉദാഹരണത്തിന് പഴയ നിയമ പുസ്തകങ്ങൾ എഴുതിയ ആ ഗ്രന്ഥകാരന്മാര് ഇന്ന് ഇപ്പോഴുള്ള ശാസ്ത്രീയമായ ഉന്നതമായ അറിവ് വെച്ച് അന്ന് എഴുതുകയാണെങ്കിൽ അന്നുള്ളവർക്ക് മനസ്സിലാവുക മനസ്സിലാകുകയില്ല. അപ്പൊ അതുകൊണ്ട് അന്ന് ആ പരിമിതിയിൽ തന്നെ എഴുതി കഴിഞ്ഞാൽ അന്നുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അതിനാൽ സത്യം അതേപോലെ തന്നെ എപ്പോഴും സൂക്ഷിപ്പിക്കുകയും ചെയ്യും. ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഇത് വളരെ ഇപ്പോൾ വായിച്ച പ്രബോധനം വളരെ പ്രധാനപ്പെട്ടതാണ്. ബൈബിള് അത്രമാത്രം സത്യം സംരക്ഷിക്കുന്നു, അത് നൽകുന്നു. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു മതത്തിന്റെ ഒരു പുരാണ ഗ്രന്ഥം വായിക്കുകയാണ്. ആ പുരാണ ഗ്രന്ഥത്തില് 10 തലയും 20 കൈയും ഒക്കെ ഉള്ള ഒരാളെ കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചിരി വരികയാണ്. ഇതൊക്കെ വെറും കെട്ടുകഥയാണോ എന്ന് ചിന്ത വരികയാണ്. എന്നാൽ ബൈബിളിനെ സംബന്ധിച്ച് ബൈബിളിൽ നമ്മൾ ചെങ്കടൽ കടക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നു. അപ്പൊ നമുക്ക് വേണം തോന്നാം ഇത് കെട്ടുകഥയാണെന്ന് തോന്നാം. പക്ഷെ ഇത് ചരിത്ര സംഭവമാണ്. കാരണം ബൈബിൾ ദൈവനിർദ്ദേശിത ഗ്രന്ഥം എന്നുള്ള ചരിത്ര ഗ്രന്ഥം കൂടി ആയിരിക്കുന്നത് കൊണ്ട് ഇതൊരു ചരിത്ര സംഭവം എഴുതിയിരിക്കുന്നത്. അപ്പൊ ചെങ്കടൽ കടക്കുന്നു, കന്യകയിൽ നിന്ന് ഈശോ ജനിക്കുന്നു, ഈശോ ഉയർക്കുന്നു, ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നു, മരിച്ചു ഉയർപ്പിക്കുന്നു. ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഒരു പുരാണ കഥയിൽ നമ്മൾ ചില കഥ വായിക്കുന്ന പോലെ നമ്മൾ ഇതിനെ മനസ്സിലാക്കരുത്. ഇത് എല്ലാം പഠിപ്പിക്കുന്നത് ഇതെല്ലാം സത്യമാണ്, അന്യൂനമാണ്. ഇതെല്ലാം നമ്മളൊരു കൽപ്പിത കഥയായിട്ട് കരുതരുത്. ഇവയെല്ലാം ഇതിൽ കാണുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ മനുഷ്യന്റെ നേച്ചർ വെച്ച് നോക്കി കഴിയുമ്പോൾ അതിസ്വാഭാവിക കാര്യം അനേകം ഇതിനകത്ത് കാണുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം സത്യമാണെന്ന് നമ്മൾ ഉറച്ചിരിക്കുന്നതാണ് സ്വാമി ഇവിടെ പഠിപ്പിക്കുന്നത്. 110-ാമത്തെ ഖണ്ഡിക. വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ഉദ്ദേശിച്ച് അർത്ഥം ഗ്രഹിക്കുന്നതിന് അവർ ജീവിച്ച കാലഘട്ടത്തിന്റെയും സംസ്കാരത്തിന്റെയും അവരുടെ കാലത്തെ സാഹിത്യ രൂപത്തിന്റെയും പ്രത്യേകതകളും
അക്കാലത്തെ ചിന്തയുടെയും ഭാഷണത്തിന്റെയും ആഖ്യാനത്തിന്റെയും രീതികളും നാം ശ്രദ്ധിക്കണം. അതായത് വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് ശരിയായിട്ട് ഗ്രഹിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. നമുക്കിതിനെ യുക്തിയിൽ ചിന്തിച്ചാൽ മനസ്സിലാകും. ബൈബിൾ എഴുതപ്പെട്ടത് വേറൊരു കാലഘട്ടത്തിൽ, 2000 വർഷം മുമ്പ് വേറൊരു കാലഘട്ടത്തിലാണ്, വേറൊരു സംസ്കാരത്തിലാണ്, വേറൊരു ഭാഷയിലാണ്, വേറൊരു സാഹചര്യത്തിലാണ്. വേറൊരു കാലഘട്ടം, വേറൊരു ഭാഷ, വേറെ സംസ്കാരം, വേറൊരു സാഹചര്യം, ഒരു കണ്ടസ്റ്റ് ഉണ്ട് എഴുതുന്നതിന് പുറകില്. അപ്പം അങ്ങനെയുള്ള ഒരു പുസ്തകം ഇന്ന് വേറൊരു കാലഘട്ടത്തില്, വേറൊരു ഭാഷയില്, വേറൊരു സംസ്കാരത്തിനായിരുന്നുകൊണ്ട്, വേറെ സാഹചര്യത്തിനായിരുന്നുകൊണ്ട് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അത് അതേപടി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ശരിക്കും യുക്തി കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇവിടെയാണ് ഈ കത്തോലിക്ക സഭ ഇതിന് അധികാരമുള്ള, അല്ലെങ്കിൽ ഇതേക്കുറിച്ച് കാര്യമായിട്ട് അറിവുള്ള വ്യക്തികൾ, ഈ പറഞ്ഞ രീതിയിൽ, ഈ പറഞ്ഞ സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ച് ശരിക്കും അറിവുള്ള വ്യക്തികൾ മാത്രമേ ഇതിനെ ശരിയായി വ്യാഖ്യാനിക്കാവൂ എന്ന് പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. കാരണം അത്രമാത്രം സങ്കീർണതയുണ്ട് ഈ കാര്യത്തിൽ. അതായത് നമ്മൾ ബൈബിൾ തുറന്നു നോക്കുന്നു, ഒരു വചനം കാണുന്നു, ഇത് കണ്ണുമടച്ച് വ്യാഖ്യാനിക്കാൻ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അത് അപക്വമായ ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ വ്യാഖ്യാനങ്ങൾ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയാനുള്ള കാരണം. അടുത്തത് 111 ഖണ്ഡിക. 111 ഖണ്ഡികയുടെ 3-ാമത്തെ സെന്റൻസ് ആണ് വായിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രചയിതാവായ അതേ ആത്മാവിന്റെ പ്രകാശത്തിൽ മാത്രമേ വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യാവൂ. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു കഴിഞ്ഞു, ബൈബിൾ എഴുതിയത് പരിശുദ്ധാത്മാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് എഴുതിയ ആ വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധാത്മാവിൽ തന്നെ വായിച്ചാൽ മാത്രമേ നമുക്ക് ശരിക്കും മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചില പുസ്തകങ്ങൾ എഴുതാറുണ്ട്. ഞാൻ പുസ്തകം എഴുതി, ആ പുസ്തകത്തെക്കുറിച്ച് വായിക്കുന്ന ആളിനേക്കാൾ ഉപരി തീർച്ചയായിട്ടും എഴുതി എനിക്കത് ഞാൻ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത് അത് ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് എഴുതിയ ആ വിശുദ്ധ ഗ്രന്ഥം അതതിന്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പരിശുദ്ധാത്മാവിൽ തന്നെ നമ്മൾ പരിശുദ്ധാത്മ നിറവിൽ നമ്മൾ വായിക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ശരിയായി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് തക്ക രീതിയിലായിരിക്കണം നമ്മളെന്ന വ്യക്തി, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കത്തക്ക രീതി. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഈ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ തൊട്ടുപുറകെ പറയുകയാണ്. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ അത് നമ്മളൊന്ന് വായിച്ചു കേൾക്കാം. വിശുദ്ധ ഗ്രന്ഥം മുഴുവന്റെയും ഉള്ളടക്കത്തിലും ഏകാധനതയിലും വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കുക. കാരണം ബൈബിളിലെ പുസ്തകങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ബൈബിളിന്റെ പ്രതിപാദനത്തിൽ ഐക്യം കാണാൻ കഴിയും. അതായത് ഒന്നാമത് 3 കണ്ടീഷൻസ് പറയുന്നത്. അതായത് ബൈബിൾ വ്യാഖ്യാനിക്കാൻ വേണ്ടി 3 കാര്യങ്ങൾ സഭ നമുക്ക് സഹായകമായ കാര്യം പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ബൈബിളിൽ 73 പുസ്തകങ്ങൾ നമുക്കറിയാം. നമ്മുടെ കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് വിശുദ്ധ ബൈബിളിൽ 73 പുസ്തകങ്ങളുണ്ട്. ഏതാണ്ട് 1000 വർഷത്തിനുള്ളിലാണ് ഈ പുസ്തകങ്ങൾ എഴുതപ്പെട്ടത്. ആദ്യ പുസ്തകം എഴുതിയത് മോശയാണെന്ന് പറയപ്പെടുന്നു. അവസാന പുസ്തകം എഴുതിയത് യോഹന്നാൻ. ഈ 2 ആദ്യ പുസ്തകവും അവസാന പുസ്തകവും തമ്മിൽ ഏതാണ്ട് 1000 വർഷത്തെ ഗ്യാപ്പുണ്ട്. ഇതിന്റെ അകത്ത് പിന്നീട് പല രീതിയിലുള്ള വ്യക്തികൾ, രാജാവായ ദാവീദ്, വളരെ ബുദ്ധിമാനായ സോളമൻ, പിന്നീട് ബുദ്ധിമത്തിലേക്ക് വരുമ്പോൾ ഒരു ഡോക്ടറായ ലൂക്ക, മുക്കുവനായ പത്രോസ്, മത്തായി, മഹാപണ്ഡിതനായ പൗലോസ്, ഇങ്ങനെയുള്ള പല വ്യക്തികൾ, അതായത് പല വ്യക്തികൾ 40ഓളം വ്യക്തികൾ പല 1000 വർഷത്തിനിടയ്ക്ക് ഈ കാലഘട്ടങ്ങളിലാണ് ഈ പുസ്തകം എഴുതി തീർത്തത്. എന്നാൽ ഈ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ എല്ലാ പുസ്തകങ്ങളിലും നമ്മൾ കാണുന്ന ഒരേ ജ്ഞാനമാണ്. എല്ലാ പുസ്തകങ്ങളിലും ഒരേ, കാരണം പല വ്യക്തികൾ, പല ഭൗതിക ശേഷിയുള്ളവരും പല കാലഘട്ടങ്ങളിലും സംസ്കാരങ്ങളുള്ളവർ എഴുതുമ്പോൾ പല ജ്ഞാനം കാണേണ്ടതാണ്. പക്ഷെ എല്ലാ പുസ്തകങ്ങളിലും ഒരേ ജ്ഞാനമാണുള്ളത്. എന്ന് മാത്രമല്ല, ഈ 1-ാം അധ്യായത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതിന്റെ ഒരു പൂർണ്ണതയാണ്, അതിന്റെ ബാക്കിയാണ് അവസാന പുസ്തകത്തിലുള്ളത്. 1-ാം പുസ്തകത്തിൽ ആകാശം ഭൂമി സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറയുന്നു. അവസാന പുസ്തകത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു സ്ത്രീയ സന്തതിയെ കുറിച്ച് പറയുന്നു. 33:15. വെളിപാട് പുസ്തകത്തിലും ഒരു സ്ത്രീയ, അതെ ഉൽപ്പത്തി പുസ്തകം വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നു. അപ്പൊ ഇത് പറയാൻ ഉദ്ദേശിച്ചത്, അത് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. ഈ പുസ്തകങ്ങൾ തമ്മിൽ വലിയൊരു ഐക്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബൈബിളിലെ ഒരു വചനത്തിന്റെ അർത്ഥം അറിയണമെങ്കിൽ ആ വചനം മാത്രം നോക്കിയാൽ പോരാ. നമ്മൾ ബൈബിളിന്റെ ഒരു പൊതു സന്ദേശം നമ്മൾ
ഗ്രഹിക്കണം. ബൈബിളിലെ ഒരു വചനം, ഒരു ഖണ്ഡികയുടെ ഭാഗവും, ഒരു ഖണ്ഡിക ഒരു അധ്യായത്തിന്റെ ഭാഗവും, ഒരധ്യായം ഒരു പുസ്തകത്തിന്റെ ഭാഗവും, പുസ്തകം ബൈബിൾ മുഴുവന്റെ ഭാഗവുമാണ്. അതുകൊണ്ട് ബൈബിളിലെ ഒരു വചനത്തിന്റെ അർത്ഥം അറിയണമെന്നുണ്ടെങ്കിൽ ബൈബിളിന്റെ പൊതു സന്ദേശം നമ്മൾ ആദ്യമായിട്ട് അറിയണം. അതാണ് ഇവിടെ സഭ പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത രണ്ടാമത്തത് സഭ മുഴുവന്റെയും സജീവ പാരമ്പര്യത്തിൽ ബൈബിൾ വായിക്കണം. സഭാപിതാക്കന്മാരുടെ അഭിപ്രായം അനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടത് മുഖ്യമായും സഭയുടെ ഹൃദയത്തിൽ ആണ്, അല്ലാതെ കടലാസ് രേഖകളിലല്ല. അതായത് തുകൽ ചുരുളുകൾ എന്നതിനേക്കാൾ സഭയുടെ ഹൃദയത്തിലാണ് വിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് പറയാറുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ പുതിയ പുസ്തകം എഴുതപ്പെടുന്ന AD 51 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് 1-ാം ലേഖനമാണ്. ഈശോ മരിച്ചു കഴിഞ്ഞ് ഒരു 18 വർഷം ശേഷമാണ് എഴുതുന്നത്. അപ്പൊ അതുവരെയും പുതിയ പുസ്തകങ്ങളില്ല. അപ്പൊ ആദിമസഭ പുതിയ പുസ്തകമൊന്നും ഇല്ലാതെയാണ് ഈശോയെ സ്നേഹിച്ചത്. അവർക്ക് ഈശോയെ കുറിച്ച് അറിയാനുള്ള വഴി എന്താ ഉള്ളത്? സഭയാണ്. അപ്പോസ്തലന്മാരും ആദിമസഭയുമാണെന്നുള്ളവർക്ക് ഈശോയെ കുറിച്ച് അറിയാനുള്ള വഴിയായിട്ടുള്ളത്. ആ സഭയില് ഈശോയെ കുറിച്ച് അറിയാൻ വേണ്ടി അറിയിപ്പിക്കാൻ വേണ്ടി രൂപപ്പെട്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതേസമയം തന്നെ ഈ എഴുതിയ ബൈബിളിനോടൊപ്പം തന്നെ എഴുതപ്പെടാത്ത അനേകം കാര്യങ്ങളും ഒന്ന് സഭയിലുണ്ട്. യോനാസേന പറഞ്ഞില്ലേ, ഇനി ഒത്തിരി കാര്യങ്ങൾ എഴുതാറുണ്ട്, എല്ലാം എഴുതി കഴിഞ്ഞാൽ ഈ ഭൂമി കൊണ്ട് പോലും തയ്യെഴുന്നൊക്കെ യോനാസേന പറയുന്നുണ്ട്. അപ്പം സഭയിലെ വിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ട സമയത്ത് തന്നെ ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സുവിശേഷത്തോടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പലതും എഴുതാത്ത കാര്യങ്ങൾ സത്യമായിട്ടുള്ളത് സഭയിൽ അന്നുണ്ട്. അതാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ വിശുദ്ധ പാരമ്പര്യം. അപ്പം ബൈബിളിലെ ഒരു വചനത്തിന്റെ അർത്ഥം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വിശുദ്ധ പാരമ്പര്യമായിട്ട് കൂടി നമുക്കൊരു ബന്ധമുണ്ടായിരിക്കണം. ബൈബിളിൽ കൂടി തന്നെ അതിന്റെ അർത്ഥം ഗ്രഹിക്കത്തില്ല. സഭയിലുള്ള ആ സഭയുടെ വിശുദ്ധ പാരമ്പര്യമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ കൂടി മാത്രമേ ബൈബിളിലെ ആ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ് ഇവിടെ രണ്ടാമതായിട്ട് കണ്ടീഷൻസ് പറയുന്നത്. അതായത് ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ വിശുദ്ധ പാരമ്പര്യമായിട്ട് കൂടി ബന്ധപ്പെടുത്തി നമ്മൾ ബൈബിള് വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. മൂന്നാമത്തെ കാര്യം, ക്രൈസ്തവ വിശ്വാസത്തിന്റെ സാധർമ്മ്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം. വിശ്വാസ സാധർമ്മ്യം കൊണ്ട് നാം അർത്ഥമാക്കുന്നത് വിശ്വാസ സത്യങ്ങൾക്ക് തമ്മിലും അവയ്ക്ക് ദൈവാവിഷ്കരണ പദ്ധതി മുഴുവനോടുമുള്ള സമന്വയമാണ്. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം കത്തോലിക്ക സഭയിലെ പല വിശ്വാസത്യങ്ങളുണ്ട്. ഈ വിശ്വാസത്യങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മൾ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇപ്പം നമ്മളൊരു ഉദാഹരണത്തിന് അതും പിന്നെ ദൈവം ആവിഷ്കരിച്ച ദൈവത്തിന്റെ ആ സാർവത്രിക പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓരോ വിശ്വാസത്യങ്ങൾ ഇരിക്കുന്നത്. നമ്മളൊരു ബൈബിൾ വചനം വ്യാഖ്യാനിക്കുന്നു. ആ വചനം വ്യാഖ്യാനിക്കുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷെ വ്യാഖ്യാനിക്കുമ്പോൾ കത്തോലിക്ക സഭയിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തിന് വിരുദ്ധമാകരുത്, ഒരു വിശ്വാസത്തിന് വിരുദ്ധമാകരുത്. അപ്പൊ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെ കുറിച്ച് കൂടി നമുക്ക് സഭ പ്രഖ്യാപിച്ചിട്ടുള്ള വിശ്വാസത്യങ്ങളെ കുറിച്ചുകൂടിയും ദൈവത്തിന്റെ ആ ആവിഷ്കരണ പദ്ധതിയെ കുറിച്ചുകൂടിയുമുള്ള ഒരു സാമാന്യമായ അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വ്യാഖ്യാനം ശരിയാവുകയുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ബൈബിളിൽ വ്യാഖ്യാനിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അടുത്ത 115-ാമത്തെ ഖണ്ഡിക. അവിടെ പറയുന്നത് 115-ാമത്തെ ഖണ്ഡിക പറയുന്നത് അതായത് അതിന് കുറച്ച് അതായത് വിശുദ്ധ ബൈബിളിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അതിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് പറയുകയാണ്. പ്രധാനമായിട്ട് 4 അർത്ഥങ്ങൾ ഞാൻ അതിന്റെ ഒരു സംഗ്രഹം ഞാനൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് പറയാം. 115-ാമത്തെ ഖണ്ഡികയാണ്. 115 വരെ അല്ലേ? 117 വരെയാണ്. അതിൽ 4 അർത്ഥങ്ങളാണ് പറയുന്നത്. വിശുദ്ധ ബൈബിളിന് 4 തരം അർത്ഥങ്ങളാണ് നൽകാനുള്ളത്. ഒന്നാമത് വാചികാർത്ഥം അല്ലെങ്കിൽ അക്ഷരാർത്ഥം. ഒരു കാര്യം എഴുതിയിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. ഒരു ബൈബിളിലെ ഒരു വചനം വായിക്കുമ്പോൾ ദൈവം പരിശുദ്ധനാണ് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥം അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ബൈബിളിൽ അങ്ങനെ അക്ഷരാർത്ഥം നമുക്ക് ചില കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അക്ഷരാർത്ഥം എന്നൊരു അർത്ഥം തന്നെ വിശുദ്ധ ബൈബിളിലെ ഭാഗങ്ങൾക്കുണ്ട്. രണ്ടാമത്തേത് പ്രതീകാർത്ഥം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തില് നോഹിന്റെ കാലത്തെ ആ പെട്ടകം പണിത് ആ ജലത്തിൽ കൂടി ആ പെട്ടകത്തോടെ രക്ഷപ്പെടുന്നത്, ആ ജലം അത് മാമോദീസ ജലത്തിന്റെ പ്രതീകമാണ്. അല്ലെങ്കിൽ ചെങ്കടൽ കടക്കുന്നത് പിന്നീട് ക്രൈസ്തവരുടെ ആ മാമോദീസയുടെ പ്രതീകമാണ്. അപ്പൊ ബൈബിളിലെ ചില സംഭവങ്ങൾ ചില ക്രിസ്തു രഹസ്യങ്ങളുടെ പ്രതീകമാണ്. അങ്ങനെ ആ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ബൈബിളിലെ വചനങ്ങൾക്കും ബൈബിളിലെ സംഭവങ്ങൾക്കും ഒരു പ്രതീക അർത്ഥമുണ്ട്. മൂന്നാമത്തെ ധാർമ്മിക അർത്ഥം. ചില കാര്യങ്ങൾ നമ്മൾ വിശുദ്ധ ബൈബിൾ വായിച്ചു കഴിയുമ്പോൾ അത് നമ്മളെ ആ വായന വഴി നമ്മൾ ഉദാഹരണത്തിന്
പാപിനിയായ പിന്നെ സ്ത്രീയെ കല്ലറിയാൻ കൊണ്ടുവരുന്നു. ഈശോകൾക്ക് പാപമോചനം കൊടുക്കുന്നു. എന്നിട്ട് പിന്നെ ഈശോ അവസാനം പറയുന്നു, നീ മേലിൽ പാപം ചെയ്യരുത്. ഈ സംഭവം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? നമ്മുടെ പാപങ്ങളോടും ദൈവം കരുണ കാണിക്കും. അത് നമുക്ക് സന്തോഷം നൽകുന്നു. ഉടനെ നമ്മളൊരു തീരുമാനം ഉണ്ടാകുകയാണ്, എന്താണത്? ഇനി നമ്മൾ പാപം ചെയ്യരുത്. അങ്ങനെ ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രചോദനം തരുന്ന രീതിയിൽ ബൈബിൾ ഭാഗങ്ങൾ അങ്ങനെ പരിണമിക്കുന്നു. അങ്ങനെ നമ്മളെ ധാർമ്മികതയിലേക്ക് നയിക്കുക എന്ന രീതിയിലാണ് മറ്റൊരു അർത്ഥതലം കിടക്കുന്നത്. അവസാനത്തേത് കിടക്കുന്നത് അതായത് നമ്മളെ നിത്യതയുമായി ബന്ധപ്പെടുത്തിയാണ്. അതായത് ബൈബിൾ ഭാഗങ്ങൾ പിന്നെ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിക്കുക, അല്ലെങ്കിൽ ഭൂമിയിലായിരുന്നുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കിയെടുക്കുക എന്നതിനേക്കാൾ കവിഞ്ഞ് നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടുപോവുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ചില അർത്ഥം തലം കൂടി, ഉദാഹരണത്തിന് കാനാൻ ദേശം സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ നമ്മളുടെ സ്വർഗത്തെക്കുറിച്ച് തന്നെയാണ്. ഇപ്പൊ ഭൂമിയിലെ നമ്മളുടെ ഈ ഭൂമിയിലുള്ള ഈ തീർത്ഥാടക സഭ തന്നെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ആ സ്വർഗീയ സഭയെക്കുറിച്ച് സൂചനയാണ്. അപ്പൊ ഭൂമിയിലുള്ള ഈ കാര്യങ്ങൾ നമ്മളെ നിത്യതയുമായിട്ട് ബന്ധിപ്പിച്ച് അങ്ങനെ കാണാൻ സഹായിക്കുന്ന അർത്ഥതലമാണ് നാലാമത്തെ അർത്ഥതലം. അപ്പം ബൈബിളിന് നമ്മൾ വായിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇത് അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ബൈബിളൊക്കെ പ്രത്യേകിച്ച് ചില നമ്മൾ ഇപ്പൊ ഈ അടുത്ത നവീകരണ കാലഘട്ടങ്ങളിലൊക്കെ ബൈബിൾ കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചു പോവുകയാണ്, ഇത് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന കാരണം നമുക്കൊന്ന് വായിക്കാം, എന്ത് മനസ്സിലാക്കിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ പിന്നെ ആദിമസഭയിൽ അനേകം ഗ്രന്ഥങ്ങൾ ഇടയുന്ന കത്തോലിക്ക സഭയാണ് അതിനെ 70 പുസ്തകങ്ങളായിട്ട് അതിൻ്റെ കാനൻ, അതിൻ്റെ പിന്നെ ദൈവദിവേശ ഗ്രന്ഥങ്ങളുടെ പട്ടിക തയ്യാറാക്കിയത്. അത് പിന്നീട് പിന്നെ വാക്യങ്ങളായിട്ടും അധ്യായങ്ങളായിട്ടും ഒക്കെ പിന്നീട് ക്രമപ്പെടുത്തിയ സഭയാണ്. അപ്പം ഇങ്ങനെയേറെ സഭയുടെ ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ കൂടിയാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ അപ്പോൾ ഈ ബൈബിൾ രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് തന്നെ ഒരു തെറ്റായ നിലപാടായിരിക്കും. അടുത്ത 119 ഖണ്ഡിക. കത്തോലിക്ക സഭയുടെ പ്രബോധനാധികാരം എന്നെ പ്രേരിപ്പിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുമായിരുന്നില്ല. വിശുദ്ധ ആഗസ്തീനോസിന്റെ കോട്ട് അത് കാറ്റക്കിസം അത് നമുക്ക് നൽകുകയാണ്. അതായത് നമുക്കറിയാം, സുവിശേഷം നമ്മൾ അതിശ്രേഷ്ഠമായിട്ട് കരുതുകയാണ്. വിശുദ്ധ ബൈബിൾ നമ്മൾ അതിശ്രേഷ്ഠമായിട്ട് കരുതുകയാണ്, ക്രിസ്തു തന്നെയായിട്ട് കരുതുകയാണ്. പക്ഷെ അതിന്റെ ശ്രേഷ്ഠത ലഭിക്കുന്നത് പോലും സഭ അത് നൽകുന്നതുകൊണ്ടാണെന്നാണ് ഇത് പിന്നെ വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നത്. അതിന്റെ കാരണം നിങ്ങൾ മനസ്സിലായി കാണും. കത്തോലിക്ക സഭയിൽ രൂപപ്പെട്ട ഗ്രന്ഥമാണ്, സഭയുടെ പുത്രി എന്ന രീതിയിൽ രൂപപ്പെട്ട പുസ്തകമാണ് ബൈബിൾ. അതുകൊണ്ട് സഭയിൽ എഴുതപ്പെട്ട, സഭ തന്നെ ചിട്ടപ്പെടുത്തിയ ആ ഗ്രന്ഥം എങ്ങനെ വായിക്കണമെന്നത് ഔദ്യോഗികമായിട്ട് പറയേണ്ടതും സഭ തന്നെയാണ്. 121 ഖണ്ഡിക. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അപരിത്യാജ ഘടകമാണ് പഴയ നിയമം. അതിലെ പുസ്തകങ്ങൾ ദൈവനിവേശിതങ്ങളും സനാതന മൂല്യം ഉള്ളവയുമാണ്. കാരണം പഴയ ഉടമ്പടി ഒരിക്കലും റദ്ദാക്കപ്പെട്ടിട്ടില്ല. ഇത് ഇപ്പൊ നമ്മള് ഒരു പുതിയ നിയമയുഗത്തിലാണ് ജീവിക്കുന്നത്. പലപ്പോഴും നമ്മൾ വായിക്കുന്ന സുവിശേഷ ലേഖനമൊക്കെയാണ്. അപ്പൊ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഈ പഴയ നിയമത്തിന്റെ കാര്യം പ്രസക്തി ഒന്നും ഇല്ല എന്ന് തോന്നുകയാണ്. അങ്ങനെ വിചാരിക്കരുത്. പഴയ നിയമവും പുതിയ നിയമവും അഭേദ്യമായ ബന്ധമുണ്ട്. ഈ ക്രിസ്തു രഹസ്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പഴയ നിയമ പുസ്തകങ്ങൾ ആവശ്യമാണ്. മാത്രമല്ല, ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം തന്നെ പിതാവും വിശുദ്ധാത്മാവുമായ ആ ത്രിയേക ദൈവം തന്നെ വളരെ ബോധ്യപൂർവ്വം ഒരുക്കിയെടുത്തതാണ് പഴയ നിയമ ജനത. അതുമായി ബന്ധപ്പെട്ടതാണ് പഴയ നിയമം എല്ലാം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും പുതിയ നിയമം ഉള്ളത് കൊണ്ട് പഴയ നിയമത്തിന് പ്രസക്തി ഇല്ല എന്ന് നമ്മൾ ധരിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. 123 ഖണ്ഡിക, 122 ഖണ്ഡിക. അവിടെ ശ്രദ്ധിക്കേണ്ട 122 ഖണ്ഡികയിലെ 2ാമത്തെ സെന്റൻസ് ആണ് വായിക്കുന്നത്. അപൂർണങ്ങളും താൽക്കാലികങ്ങളുമായ പല കാര്യങ്ങളും പഴയ നിയമം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും പഴയ നിയമ പുസ്തകങ്ങൾ ദൈവത്തിന്റെ രക്ഷാകര സ്നേഹത്തെ സംബന്ധിക്കുന്ന ദൈവിക ബോധന സമ്പ്രദായത്തിന് മുഴുവനും സാക്ഷ്യം വഹിക്കുന്നു. അതായത് അവിടെ നേരത്തെ പറഞ്ഞ കാര്യത്തിന്റെ പ്രസക്തമാണ്. പഴയ നിയമ പുസ്തകങ്ങൾ പ്രസക്തിയുണ്ട്. അപ്പോൾ 2 കാര്യം പറയുകയാണ്, അപൂർണങ്ങളും താൽക്കാലികങ്ങളുമായ.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈശോ വന്ന് ചില കാര്യങ്ങളെ പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു പറഞ്ഞ ഈശോ പൂർത്തിയാക്കുന്നുണ്ട്. നമുക്ക് പല കാര്യം അറിയാം, ഒരു ചെകിട്ട് തനിക്കുന്നതിന് പിന്നെ അപ്പൊ ഈശോ അത് പൂർത്തീകരിക്കുകയാണ്. അപ്പൊ തിരിച്ചടിക്കാനായിട്ട് ഒക്കെ ഉള്ള പഴഞ്ഞ ഭാഗത്തേക്ക് ഈശോ അതൊക്കെ മാറ്റിയെടുത്ത് ഈശോ പുതുതായിട്ട് കൊണ്ടുവരികയാണ്. ആസക്തിയുടെ സ്ത്രീയെ നോക്കരുത്, കൊല്ലരുത്, ഈ കാര്യങ്ങൾക്കെല്ലാം ഈശോ ഒരു പുതിയ ഭാഷ നൽകുകയാണ്. അപ്പം പഴയ നിയമത്തില് അപൂർണമുണ്ട്, തെറ്റെന്നല്ല പറഞ്ഞത്, അപൂർണമായിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമമായിട്ട് വെച്ച് നോക്കി കഴിയുമ്പോൾ അത്ര പൂർണ്ണമല്ല പഴയ നിയമത്തിലെ കാര്യങ്ങൾ. എങ്കിലും അപൂർണമാണെങ്കിൽ തന്നെയും ചില ഭാഗങ്ങളെ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. താൽക്കാലികമായ കാര്യങ്ങളാണെങ്കിൽ തന്നെയും അതിന് പ്രസക്തിയുണ്ട്. പുതിയ നിയമം തൊട്ട് പറയുന്നുണ്ട്, പുതിയ നിയമത്തിലേക്കുള്ള വഴിയായിരുന്നു, അതിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു പഴയ നിയമം. പുതിയ നിയമത്തിൽ ദൈവം തന്നെ വന്ന് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അവിടെ എല്ലാ പൂർണ്ണതയും കൈവരികയാണ്. 123 ഖണ്ഡിക. ക്രിസ്ത്യാനികൾ പഴയ നിയമത്തെ യഥാർത്ഥ ദൈവവചനമായി ആദരിക്കുന്നു. പുതിയ നിയമം പഴയ നിയമത്തെ റദ്ദാക്കി എന്ന നാട്യത്തിൽ പഴയ നിയമത്തെ നിരാകരിക്കുന്ന ചിന്താഗതിയെ സഭ എന്നും ശക്തമായി ചേർത്തിട്ടുണ്ട്. ഓക്കെ, അതിപ്പം വിശദീകരിക്കുന്നില്ല. തൊട്ടും പറഞ്ഞ ആശയം പറയുകയാണ്, പുതിയ നിയമം വന്നതുകൊണ്ട് പഴയ നിയമം വേണ്ട എന്ന് പറയരുത്, അത് സഭയിലെ ഒരു പഴയകാല പാഷാണ്ഡതയായിരുന്നു എന്ന് പറയുകയാണ്. നമ്മൾ അറിയാതെ പോലും ആ പാഷാണ്ഡതയിൽ പെട്ടുപോകരുത്. 124 ഖണ്ഡിക. 124 ഖണ്ഡികയുടെ 2ാമത്തെ സെന്റൻസ് ആണ് വായിക്കുന്നത്. അവയുടെ കേന്ദ്ര പ്രമേയം അത് പുതിയ നിയമത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പൊ പുതിയ നിയമത്തെ മനസ്സിലാക്കാൻ വേണ്ടി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അവയുടെ കേന്ദ്ര പ്രമേയം മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനായ യേശു ക്രിസ്തുവും അവിടുത്തെ പ്രവൃത്തികളും പ്രബോധനവും പീഡാനുഭവവും മഹത്വീകരണവും ആത്മാവിന്റെ നിയന്ത്രണത്തിൽ രൂപം കൊണ്ട അവിടുത്തെ സഭയുടെ സമാരംഭവുമാണ്. പുതിയ നിയമത്തിന്റെ കേന്ദ്രം ക്രിസ്തുവാണ്, ക്രിസ്തു രഹസ്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിൽ നമുക്കറിയാം 27 പുസ്തകങ്ങളുണ്ട്. അതിന്റെ കേന്ദ്രം ക്രിസ്തുവും ക്രിസ്തു രഹസ്യവും അതിൽ രൂപപ്പെട്ട സഭയുടെ പ്രവർത്തനങ്ങളുമാണ്. 125 ഖണ്ഡിക. നമ്മുടെ രക്ഷകനായ അവതീർണ വചനത്തിന്റെ ജീവിതം, പ്രബോധനം എന്നിവയെ സംബന്ധിച്ചുള്ള മുഖ്യ സാക്ഷ്യം എന്ന നിലയിൽ സുവിശേഷങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾ മുഴുവന്റെയും ഹൃദയമാണ്. അതായത് പുതിയ നിയമത്തില്, അതായത് പഴയ നിയമം പുതിയ നിയമം എല്ലാം നമ്മൾ എടുത്താൽ തന്നെയും അതിന്റെ ഹൃദയമായിട്ട് നിൽക്കുന്നത് 4 സുവിശേഷങ്ങളാണ്. എന്തായാലും കാരണം ഈശോ തന്നെ സംസാരിച്ചവയാണ്, ഈശോയെ കുറിച്ച് നേരിട്ട് പ്രതിപാദിച്ചിരിക്കുന്നവയാണ്. അതുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് 4 സുവിശേഷങ്ങളാണ്. 127 വായിച്ചപ്പോൾ 127 അതിനകത്ത് 3 കാര്യങ്ങൾ 127 തന്നെ. 4 സുവിശേഷങ്ങൾക്കും സഭയിൽ അനന്യമായ സ്ഥാനമാണുള്ളത്. സുവിശേഷ വാക്യങ്ങളെക്കാൾ മഹത്തരമോ ശ്രേഷ്ഠമോ അമൂല്യമോ ഉജ്ജ്വലമോ ആയ വേറൊരു പ്രബോധനമില്ല. നമ്മുടെ നാഥനും ഗുരുവുമായ ക്രിസ്തു തന്റെ വാക്കുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയും പ്രവൃത്തികളിലൂടെ നിറവേറ്റുകയും ചെയ്ത കാര്യങ്ങൾ കാണുവിൻ, സ്വീകരിക്കുവിൻ. അതായത് 4 സുവിശേഷങ്ങൾക്കും സഭയിൽ അനന്യമായ സ്ഥാനമാണ് ഉള്ളത്. പറഞ്ഞ കാര്യം തന്നെയാണ്, സുവിശേഷങ്ങൾക്ക് അനന്യമായ സമാനതയില്ലാത്ത സ്ഥാനമുണ്ട്. അത് കഴിഞ്ഞത്തെ സെന്റൻസ് ഞാൻ വായിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ചെറിയ അക്ഷരങ്ങൾ എഴുതിയേക്കുന്നതാണ് വായിക്കുന്നത്. സുവിശേഷ വാക്യങ്ങളെക്കാൾ മഹത്തരമോ ശ്രേഷ്ഠമോ അമൂല്യമോ ഉജ്ജ്വലമോ ആയ വേറൊരു പ്രബോധനവുമില്ല. നമ്മുടെ നാഥനും ഗുരുവുമായ ക്രിസ്തു തന്റെ വാക്കുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയും പ്രവൃത്തികളിലൂടെ നിറവേറ്റുകയും ചെയ്ത കാര്യങ്ങൾ കാണുവിൻ, സ്വീകരിക്കുക. സുവിശേഷ വചനങ്ങളുടെ പറഞ്ഞല്ലോ, സുവിശേഷ വചനങ്ങൾ അനന്യമാണെന്ന് പറഞ്ഞു. എത്രമാത്രം അമൂല്യമാണെന്ന് കാണാൻ വേണ്ടി ഒരു വിശുദ്ധന്റെ വചനം കോട്ട് ചെയ്തതാണ്. അതിനേക്കാൾ സുവിശേഷ വചനങ്ങളെക്കാൾ ഉന്നതമായ ഒരു പ്രബോധനമില്ല. ഏറ്റവും ശ്രേഷ്ഠമാണ് സഭ. നമുക്കറിയാം, നമ്മൾ വായിക്കുന്ന ഈ സഭയുടെ പ്രബോധനം പോലും രൂപപ്പെട്ടിരിക്കുന്നത് ഈ സുവിശേഷങ്ങളുടെ വ്യാഖ്യാനമായിട്ട് നമുക്കറിയാം. അടുത്ത വിശുദ്ധ പുത്രേസ്യയുടെ കോട്ടാണ്, തൊട്ട് പുറകെ വിശുദ്ധ പുത്രേസ്യയുടെ ഒരു കോട്ടാണ് സഭ പഠിപ്പിക്കുന്നത്. എന്റെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ സുവിശേഷത്തെ കുറിച്ചാണ് എല്ലാറ്റിലും ഉപരിയായി ഞാൻ ചിന്തിക്കുന്നത്. എന്റെ പാവപ്പെട്ട ആത്മാവിന് ആവശ്യമായതെല്ലാം ഞാൻ അതിൽ കണ്ടെത്തുന്നു. അതിൽ ഞാൻ എപ്പോഴും പുതിയ പ്രകാശ കിരണങ്ങളും മറഞ്ഞിരിക്കുന്നവയും നിഗൂഢങ്ങളുമായ അർത്ഥങ്ങളും കണ്ടുപിടിക്കുന്നു.
നാം വിശുദ്ധ ബൈബിളിനെ അഗാധമായി സ്നേഹിക്കണം. അതിന്റെ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും നമ്മൾ അഗാധമായി സ്നേഹിക്കണം, സ്വീകരിക്കണം. എന്നാൽ ഇതിന്റെ എല്ലാം ഹൃദയമായിട്ട് നിൽക്കുന്ന 4 സുവിശേഷങ്ങളാണ്. നമ്മൾ ഏറ്റവും അധികം നമ്മളുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് 4 സുവിശേഷങ്ങളെയാണ്. ആ 4 ബാക്കിയുള്ള ലേഖനങ്ങളുടെയും പഴയ നിയമത്തിന്റെ എല്ലാ ലക്ഷ്യം ഈ 4 സുവിശേഷങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം അത് ഈശോ എന്ന വ്യക്തി നേരിട്ട് സംസാരിച്ചതും പ്രവർത്തിച്ചതും അവിടുത്തെ തന്നെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തുന്നതാണ്. അടുത്ത തലക്കെട്ട് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഐക്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ്. അത് നമുക്ക് 129ാമത്തെ ഖണ്ഡികയിൽ നമുക്ക് വായിക്കാം. അതിനാൽ മരിച്ച് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിന്റെ വെളിച്ചത്തിലാണ് ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കുന്നത്. അതായത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരിയേറെ കൊണ്ട് പഴയ നിയമം നമ്മൾ അതേപടി തന്നെ വായിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച് അനേകം പേര് ഇന്ന് വീഴ്ച വരുത്തുന്നുണ്ട്. അത് യേശുക്രിസ്തുവിൽ പൂർത്തിയാക്കപ്പെട്ട അല്ലെ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ടു വന്ന ആ ദൈവികമായ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പഴയ നിയമം വ്യാഖ്യാനിക്കാവൂ. ഉദാഹരണത്തിന് ദൈവത്തിന്റെ ശിക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞ് പഴയ നിയമത്തിൽ നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്. യേശുക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ട ആ കരുണയുടെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ആ സംഭവങ്ങൾ എപ്പോഴും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പല കാര്യങ്ങളും പൊതുവെ പറയുന്നതാണ്. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വഴി വെളിപ്പെട്ട കാര്യങ്ങൾ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ യേശുക്രിസ്തുവിനെ കണ്ണിൽ കൂടി ശരിയായ രീതിയിൽ മനസ്സിലാക്കി അത് വ്യാഖ്യാനിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ആശയം. അടുത്തത് ഇനി രണ്ടാം ഭാഗം വായിക്കാവേ. എൻ്റെ 2ാം ഭാഗം 129 2ാം ഭാഗം. എന്നാൽ പഴയ നിയമത്തിന് ദൈവിക വെളിപാട് എന്ന നിലയിൽ അതിൽ തന്നെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മുടെ കർത്താവ് തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള വസ്തുത നാം മറക്കരുത്. എന്ന് പറയുമ്പോൾ പഴയ നിയമം പുതിയ നിയമത്തിൽ വെച്ചിട്ട് വായിക്കാമെന്ന് പറയുമ്പോൾ അതിന്റെ പ്രസക്തി വീണ്ടും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അതിൽ തന്നെ അതിന് പൂർണ്ണതയുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണത്. അവസാന ഭാഗം ഒരു പുരാതന സൂക്തമനുസരിച്ച് പുതിയത് പഴയതിൽ ഒളിഞ്ഞിരിക്കുന്നു. പുതിയത് അതായത് പുതിയ നിയമം പഴയ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. പഴയത് പുതിയതിൽ വ്യക്തമാകുന്നു. പഴയത് പുതിയ നിയമത്തിൽ വ്യക്തമാകുന്നു. അപ്പൊ പഴയ നിയമം പുതിയ തമ്മിലുള്ള ആ ബന്ധത്തെ കുറിച്ചുള്ള മനോഹരമായൊരു സൂക്തമാണത്. 131ാമത്തെ ഖണ്ഡിക. 131ാമത്തെ ഖണ്ഡികയുടെ 2ാമത്തെ സെന്റൻസ് ആണ് വായിക്കുന്നത്. അതിനാൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങളിലേക്കുള്ള മാർഗം വിശാലമായി തുറന്നിടണം. അതായത് ഔദ്യോഗിക സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകര് വിശ്വാസികൾക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. വിശ്വാസികളെ വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കുവാൻ ശക്തമായി പ്രചോദിപ്പിക്കണം. അതിനുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കണം. അതിലേക്ക് അവരെ നയിക്കണം. കാരണം വിശുദ്ധ ബൈബിളാണ്, വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മളുടെ ജീവിതത്തെ ആകമാനം ക്രമീകരിക്കാൻ പോകുന്നത് എന്നതുകൊണ്ട് വിശ്വാസികളെ വിശുദ്ധ ബൈബിൾ വായിക്കാൻ വേണ്ടിയും വായിക്കാൻ വേണ്ടി പ്രചോദിപ്പിക്കണം. അതിനുള്ള അവസരങ്ങളെല്ലാം അവർക്ക് ശരിയായിട്ട് തുറന്നു കൊടുക്കുകയും വേണം. 132ാമത്തെ തന്മൂലം തിരിലിഖിത പഠനം തന്നെയായിരിക്കണം വിശുദ്ധ ദൈവശാസ്ത്രത്തിന്റെ ആത്മാവ്. വചന ശുശ്രൂഷ, അസപാലനപരമായ പ്രഘോഷണം, മതബോധനം, എല്ലാ തരത്തിലുമുള്ള ക്രിസ്തീയ പ്രബോധനം എന്നിവ ആരോഗ്യപ്രദമായി പോഷിപ്പിക്കപ്പെടുന്നതും വിശുദ്ധമായി ശക്തി പ്രാപിക്കുന്നതും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വചനത്തിലൂടെയാണ്. ഇത് വളരെ വളരെ ശ്രേഷ്ഠമായ രീതിയിലുള്ള നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു പ്രബോധനമാണ്. കത്തോലിക്ക ദൈവശാസ്ത്രം മുന്നോട്ട് പോകേണ്ടത്, നയിക്കപ്പെടേണ്ടത് വിശുദ്ധ ബൈബിൾ വഴിയായിട്ടാണ്. ബൈബിൾ ആയിരിക്കണം ദൈവശാസ്ത്രത്തിന്റെ കേന്ദ്രമാണ് നിൽക്കേണ്ടത്. വൈദികരുടെ ഇടവകയുള്ള അജപാലന അതല്ലെങ്കിൽ വിശ്വാസികളിടയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രബോധനങ്ങൾ, പ്രസംഗങ്ങൾ അതെല്ലാം നയിക്കപ്പെടേണ്ടത്, ശൈലികളെല്ലാം നയിക്കപ്പെടേണ്ടത് വിശുദ്ധ ബൈബിളിനെ ആധാരമാക്കിയായിരിക്കണം. കാറ്റഗിസം പഠിപ്പിക്കുമ്പോൾ ടെസ്റ്റ് അത് പഠിപ്പിക്കുന്നവർ ഇതെല്ലാം വിശുദ്ധ ബൈബിളിൽ ഊന്നിന്നുകൊണ്ടായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഭ നയിക്കപ്പെടേണ്ടത് വിശുദ്ധ ബൈബിളിന്റെ ചൈതന്യം കൊണ്ടാണെന്നുള്ള സെമിനാരികൾ, ഇടവക, മതബോധന വിദ്യാർത്ഥികൾ ഇതെല്ലാം ഇപ്പൊ സഭ വിശ്വാസ ജീവിതം മുഴുവൻ വിശുദ്ധ ബൈബിൾ കൊണ്ട് നയിക്കപ്പെടണം എന്നുള്ള വലിയ സൂചനയാണ് ഈ പ്രബോധനം നമുക്ക് നൽകുന്നത്. 133ാമത്തെ കൂടെയുള്ള വിശുദ്ധ ഗ്രന്ഥ പാരായണം വഴി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മഹത്തരമായ വിജ്ഞാനം ആർജിക്കുവാൻ സഭ ക്രിസ്തീയ വിശ്വാസികളെ എല്ലാം ശക്തമായും പ്രത്യേകമായും ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. ഇത് തിരുസഭ നേരിട്ട് നമ്മളോട് പറയുകയാണ്.
നമ്മൾ ബൈബിൾ വായിക്കാൻ വേണ്ടി വലിയ തീക്ഷ്ണത കാണിക്കണം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും അതേസമയം നമുക്ക് ബൈബിളിനോട് കാര്യമായ അടുപ്പമോ സ്നേഹമോ ഇല്ലാതിരിക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. കാരണം ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ അജ്ഞതയാണ്. കാരണം ബൈബിൾ എന്ന ക്രിസ്തു തന്നെയാണ്. അപ്പൊ നമ്മള് ഈ ഇന്ന് കേട്ട ഈ പ്രബോധനങ്ങള് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞുവെങ്കിലും ഒത്തിരിയേറെ പ്രാധാന്യമുള്ള ഒരു പ്രബോധന ഭാഗമാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളുടെ ഈ ശുശ്രൂഷയ്ക്ക് ശേഷം നിങ്ങൾ സമയമെടുത്ത് ഈ ഭാഗങ്ങൾ വായിക്കണം. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ശരി ഹൃദയസ്ഥമാക്കണം. കാരണം ഇതിന്റെ ഈ ഒരു പഠനം വഴിയായിട്ട് നമുക്ക് ബൈബിളിനോട് നല്ല സ്നേഹം ഉണ്ടാവും. തീർച്ചയായിട്ടും ബൈബിളിനോട് നമ്മൾ ബൈബിളിനെ സ്നേഹിക്കണം. ഒന്നിനെ സ്നേഹിച്ചു കഴിയുമ്പോൾ നമുക്കതിനെ ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെ നമുക്കത് കൂടുതൽ പ്രേരണ ലഭിക്കുന്നത്. ബൈബിളിനെ വെറുതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു നമുക്ക് നമ്മൾ ടൈം ടേബിളിന്റെ ഭാഗമായിട്ട് എടുക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ ബൈബിളിനെ ശരിക്കും സ്നേഹിക്കണം. അതിനെ വളരെ സ്നേഹത്തോടെ ബൈബിളിനെ നോക്കണം, സ്നേഹത്തോടെ അത് എടുക്കണം, വളരെ പൂജ്യമായിട്ട് നമ്മളതിനെ സൂക്ഷിക്കണം. അത് നമ്മൾ വായിക്കണം, പഠിക്കണം, നമ്മളതിനെ ധ്യാനിക്കണം, നമ്മൾ ജീവിക്കണം. ഇപ്പം ബൈബിളിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവമായിട്ടുണ്ടാകണം. അതിനെ സഹായിക്കുന്ന അതിമനോഹരമായ ഒരു പ്രബോധന ഭാഗമാണ് നമ്മളിന്ന് ഈ 101 കണ്ണി മുതൽ 140 കണ്ണി വരെ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചത്. എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത് ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട്? നമ്മൾ ഇന്ന് ചിന്തിച്ച കാര്യം, വിശുദ്ധ ഗ്രന്ഥത്തെ കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് സാധ്യമാകുന്ന ചില അറിവുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ദൈവം തന്നെയാണ്. രചയിതാവ് പരിശുദ്ധാത്മ നിവേശത്താൽ മനുഷ്യരായ വ്യക്തികളിൽ കൂടി ദൈവം എഴുതിയ ഗ്രന്ഥമാണ് നമ്മുടെ വിശുദ്ധ ബൈബിൾ എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ വിശുദ്ധ ദൈവവചനത്തിന്റെ മതമാണ് ക്രിസ്തു മതം. ആ ദൈവവചനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. സോ ക്രിസ്തുവാണ് ഏക ഗ്രന്ഥം എന്ന് നമ്മൾ ചിന്തിച്ചു. അതുപോലെ ഈ വിശുദ്ധ ലിഖിതം നമ്മൾ വായിക്കുമ്പോൾ അതിന് പ്രധാനമായും 2 അർത്ഥങ്ങളിൽ കൂടെയാണ് നമ്മൾ അത് വായിക്കേണ്ടത്. ഒന്ന് വാചികാർത്ഥം, 2 ആത്മീയാർത്ഥം. ഈ ആത്മീയാർത്ഥത്തിൽ തന്നെ 3 കാര്യങ്ങളുണ്ട്. ആത്മീയാർത്ഥത്തിൽ തന്നെയുള്ള 3 കാര്യങ്ങളാണ് പ്രതീകാത്മാർത്ഥം, ധാർമ്മിക, സനാതനം. അങ്ങനെ 3 അർത്ഥങ്ങൾ. അങ്ങനെ ടോട്ടൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇപ്പൊ ഈ സൂര്യ പറഞ്ഞ രീതിയിലാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ രീതിയിലാണ് നമ്മളെ 4 ആക്കി ചുരുക്കിയത്. അത് കാറ്റഗറിസം വായിക്കുമ്പോൾ മനസ്സിലാവും. ഒന്നിന്റെ തന്നെ 2 തിരിച്ചിട്ട് അല്ല, ഒന്നിന്റെ 3 പാർട്ടായിട്ടാണ്. ആധ്യാത്മിക അർത്ഥത്തിന്റെ 3 പാർട്ടാണ് ഞാൻ പറഞ്ഞത്. പ്രതീകാത്മാർത്ഥം, ധാർമ്മികം, സനാതനം. പിന്നെ നമ്മുടെ പഴയ നിയമവും പുതിയ നിയമവുമായിട്ടുള്ള ബന്ധം. അപ്പൊ പഴയ നിയമം നമ്മള് ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പഴയ നിയമം വായിക്കേണ്ടത്? പിന്നെ പഴയ നിയമത്തില് പുതിയ നിയമം ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുപോലെ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിന്റെ ഒരു പൂർത്തീകരണം നമുക്ക് ലഭ്യമാകുന്നു. ഇങ്ങനെ പല മേഖലകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചിന്തിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞത് തന്നെ ഇത് ഈ ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ്സിന് ശേഷം നമ്മൾ തീർച്ചയായിട്ടും ഈ ഗ്രന്ഥം ഒന്ന് ഉപയോഗിക്കണം. തീർച്ചയായിട്ടും നമുക്ക് കഴിഞ്ഞ 2 ദിവസത്തെ ഹോംവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ തന്നെ പഠിച്ച ഭാഗത്ത് നിന്ന്, കഴിഞ്ഞ 2 എപ്പിസോഡിൽ പഠിച്ച ഭാഗത്ത് നിന്ന് ഒരു പ്രബോധന ഭാഗം നിങ്ങൾ തന്നെ എടുത്തു കാണാൻ പഠിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചും കാണും. ഇന്ന് നമ്മൾ നൽകപ്പെടുന്ന പ്രബോധന ഭാഗം 127 ഖണ്ഡികയുടെ ബി പാർട്ടാണ്. അതിന്റെ ആദ്യ ഭാഗം എന്റെ ആദ്യം 127 ചെറിയ അക്ഷരത്തിൽ എഴുതിയേക്കുന്നതാണ് ഞാൻ വായിക്കുന്നത്. 127 ഖണ്ഡികയുടെ 2ാമത്തെ പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഞാൻ വായിക്കുന്നത്. സുവിശേഷ വാക്യങ്ങളെക്കാൾ മഹത്തരമോ ശ്രേഷ്ഠമോ അമൂല്യമോ ഉജ്ജ്വലമോ ആയ വേറൊരു പ്രബോധനവുമില്ല. അതെ അതെ, അത് മതി. ഇപ്പൊ നമ്മള് ഇന്നത്തെ ഹോംവർക്ക് കാണാൻ പഠിക്കുന്നതായിരിക്കും. ഒന്ന് വായിക്കാതെ. സുവിശേഷ വാക്യങ്ങളെക്കാൾ മഹത്തരമോ ശ്രേഷ്ഠമോ അമൂല്യമോ ഉജ്ജ്വലമോ ആയ വേറൊരു പ്രബോധനവും ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇനി അടുത്ത ദിവസം നമ്മൾ ഈ അടുത്ത എപ്പിസോഡിലേക്ക് വരുന്ന മുമ്പായിട്ട് നമ്മൾ കാണാൻ പഠിക്കാനുള്ള നമ്മളുടെ ആ പ്രബോധനം. അവസാനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളുടെ ഒരു പൂർത്തീകരണത്തിലേക്ക് വരാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെ ഈ സമയത്ത് ഞങ്ങളെ സഹായിച്ചതിനോട് നന്ദി പറയുന്നു. കർത്താവെ, അതിവിശിഷ്ടങ്ങളായ പ്രബോധനങ്ങളാണല്ലോ ഇന്ന് ഞങ്ങൾക്ക് നൽകിയത്. പ്രത്യേകിച്ച്
ഞങ്ങളുടെ കൂടെ ഞങ്ങളെപ്പോഴുമുള്ള ആ വിശുദ്ധ ബൈബിൾ, അതിനെക്കുറിച്ചുള്ള വലിയ വലിയ കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു. അത് അങ്ങ് തന്നെയാണെന്നും അങ്ങ് തന്നെ എഴുതിയ പുസ്തകമാണ് നമുക്കുള്ള അറിവുകൾ എത്രയോ അധികമായി ഞങ്ങളെ അങ്ങുള്ള സ്നേഹത്തിലേക്ക് ജ്വലിപ്പിക്കുന്നതാണ്. വിശുദ്ധ ബൈബിള് ഞങ്ങളോടൊപ്പം ഉള്ളപ്പോൾ അത് അങ്ങ് തന്നെ ഞങ്ങളുടെ കൂടെ ഉള്ളതാണ് എന്നതാണല്ലോ. വിശുദ്ധ ബൈബിളിനെ ഞങ്ങൾ സ്പർശിക്കുമ്പോൾ, വിശുദ്ധ ബൈബിൾ തുറന്നു നോക്കുമ്പോൾ ഇതെല്ലാം ഞങ്ങൾ അങ്ങേ തന്നെ സ്പർശിക്കുന്നതിൻ്റെയും അങ്ങേ തന്നെ നോക്കുന്നത് തന്നെയാണല്ലോ. അത് വായിക്കുമ്പോൾ അങ്ങയോട് സംസാരിക്കുകയാണല്ലോ. കർത്താവെ, മുമ്പെന്നതിനേക്കാൾ ഉപരി വിശുദ്ധ ബൈബിളിനെ സ്നേഹിക്കുവാനും ഉപയോഗിക്കുവാനും പൂജ്യമായി കരുതുവാനും എല്ലാറ്റിനേക്കാൾ ഉപരി അതിൻ്റെ വചനങ്ങൾ ജീവിക്കാനും ഒക്കെയുള്ള വലിയൊരു തീഷ്ണത ഞങ്ങൾക്ക് ഇതുവഴിയായിട്ടങ്ങ് നൽകണമേ. കർത്താവെ, ഞങ്ങളെ അറിയുന്ന കാര്യങ്ങൾ ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളും അറിയേണ്ടതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അറിയുന്ന ഈ യാഥാർത്ഥ്യങ്ങൾ അനേകരെ അറിയിക്കാനുള്ള വലിയൊരു ദൈവസ്നേഹ തീഷ്ണത കൂടി ഞങ്ങൾക്ക് നൽകണമെന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ പങ്കിടുന്ന എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിൻ്റെയും പല രീതിയിലുള്ള നിയോഗങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ആവശ്യങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ലോകമെമ്പാടും കൊറോണ വൈറസ് മൂലം വേദനിക്കുന്ന, അസ്വസ്ഥപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ സഹായിക്കുന്ന എല്ലാ ഗവൺമെൻറ്റുകളെയും, ശുശ്രൂഷ രംഗത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ആവശ്യമായിരിക്കുന്ന കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. അതോടൊപ്പം തന്നെ ലോകമൊട്ടായുള്ള എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും ഈ സമയം കൊണ്ടുവരുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈ പ്രാർത്ഥനകളെല്ലാം നല്ല ദൈവമേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പിതാവേ, അങ്ങയുടെയും ഈശോയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നിത്യസ്തുതിക്കും മഹത്വത്തിനും വേണ്ടി എന്നേക്കും ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പ്രാർത്ഥന സ്നേഹം നമുക്ക് പരസ്പരിക്കുകയും ചെയ്യാം. ഈശോ നമ്മളെ സമർത്ഥം അനുഗ്രഹിക്കട്ടെ. ആമേൻ.